ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സംഭവമായിട്ടാണ്. ഇന്ന് നമ്മൾ ഏത് നേരത്തും കഴിക്കാൻ പറ്റുന്ന ഒരു പനിയാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലെ തലേദിവസമൊക്കെ ബാക്കി വന്നിട്ടുള്ള ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ തലേ ദിവസത്തെ ഇഡ്ഡലി മാവാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി കട്ടിയുമല്ല ഒത്തിരി ലൂസും അല്ലാത്തൊരു ബാറ്ററിൽ വേണം നമുക്ക് ഈ ഒരു മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള മാവാണിത്. കണ്ടോ, ഇത് രാവിലത്തെ മാവാണ്. ഇപ്പോൾ വൈകുന്നേരം ഇച്ചിരി ബാക്കി വന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് ആലോചിക്കാം. അപ്പോൾ അതിനായിട്ട് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കണം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അല്പം കടുക്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം, ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഇച്ചിരി ഉഴുന്നാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് ഞാൻ ഇവിടെ സ്പ്ലിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ്, അല്ലാതെ മുഴുവൻ ഉഴുന്നല്ല. അതിങ്ങനെ നടുവേ നമുക്ക് അങ്ങനെ കിട്ടുമല്ലോ സ്പ്ലിറ്റഡ് ആയിട്ട്. അപ്പോൾ അതും ഇച്ചിരി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അല്പം കറിവേപ്പില. ഇവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കീറി മുറിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഒരു നമ്മളൊരു മസാല ഉണ്ടാക്കുന്നതിൽ. ഇനി നമുക്ക് ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോളയായിരുന്നു. അപ്പോൾ അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് സവോള തന്നെയാണ് കേട്ടോ നല്ലത്, ചെറിയ ഉള്ളിക്കാളും. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, അതോടൊപ്പം തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ വേറെ ഒരു മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മുടെ ഒരു ദോശമാവിനകത്ത് അത്യാവശ്യം ഉപ്പുള്ളതാണ്. അപ്പോൾ ഈ സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു താളിപ്പ് ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു താളിപ്പിൻ്റെ ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പനിയാരത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇത്രയും മതി. ഒത്തിരി അങ്ങ് സവോള കരിച്ചെടുക്കേണ്ട, കണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയാൽ മതി, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മല്ലിയില ഫ്ലേവർ ഇച്ചിരി നല്ലതാണ് പനിയാരത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മല്ലിയില ഞാൻ ചെറുതായിട്ടായിരിക്കും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതാണ് നമ്മുടെ ഒരു മസാല. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാല നമ്മുടെ ഒരു ദോശമാവിനകത്തോട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിക്സ് ചെയ്യുന്നതോട് ഇപ്പം നമ്മളൊരു താളിപ്പായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കടുകിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു സവോളയുടെ ഒക്കെ വഴൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോഴാണ് ഇതൊരു വേറൊരു ലെവലിലോട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് നോക്കുക, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. നമുക്കിങ്ങനെ ഒത്തിരി വെള്ള പോലെ ഇരിക്കാതെ കുറച്ചൊരു മഞ്ഞ കളറിലുള്ള ഒരു പനിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇനി അതല്ല, ഇനിയിപ്പോൾ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ ഇത് കുറച്ച് ഈ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒത്തിരി നിറയ്ക്കേണ്ട, എന്നാലും ഒരു 1/4 ഭാഗം നിറയത്തക്ക രീതിയിലുള്ള വെളിച്ചെണ്ണ ഓരോ കുഴികളിലും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞ് വന്നപ്പം ഒരു കുഴിയിൽ ഒത്തിരി എണ്ണ കൂടിപ്പോയി. അപ്പം ഞാനതൊന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഈ ചൂടായി വരുമ്പോഴത്തേക്കും അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ പാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കേണ്ടത്. അപ്പം ആ മീഡിയം ഫ്ലെയിമിലുള്ള ചൂടോട് കൂടിയിരിക്കുന്ന എണ്ണയിലോട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട്. മാവ് കോരി ഒഴിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കിതിനകത്തോട്ട് ഫുൾ ഒഴിക്കരുത്. ഫുൾ ഒഴിച്ച് കഴിഞ്ഞാൽ മറച്ചിടാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പം എപ്പോഴും ഒരു 1/4 ഭാഗം ആകത്തക്ക രീതിയിൽ മാത്രം ഒഴിക്കുക.
ഇനി കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി വരും. അപ്പോൾ ഇടയ്ക്ക് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നോക്കുക അതിങ്ങനെ വിട്ട് പോരുന്നുണ്ടോയെന്ന്. അപ്പോൾ വിട്ട് പോരുന്ന ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്ക്യൂവർ വെച്ചിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് അതൊന്ന് മറിച്ചിടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് അതെല്ലാം കത്തിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, അത് കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ്. കുറച്ച് പോയിന്റ് ഉള്ള ഒരു സാധനം വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കൊച്ചു സ്പൂണും ഇതുപോലൊരു സ്ക്യൂവറും വെച്ചിട്ടാണ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കുക, അത് കുറച്ച് മാവ് ഇങ്ങനെ ഉള്ളിലോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്ന പോലെ തോന്നും. അത് കുഴപ്പമൊന്നുമില്ല, അത് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനത് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ദാ നല്ലൊരു കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിന്നതാ ഇവിടെ വാഴയിലയിലാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് പാത്രത്തിൽ ഇച്ചിരി ചട്നിയും തേങ്ങ ചട്നിയാണ്. അപ്പോൾ തേങ്ങ ചട്നിയും കുറച്ച് സാമ്പാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം നമ്മുടെ പനിയാരം എന്ന് വെച്ച് കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പനിയാരമാണ്. നമുക്ക് പനിയാരം എന്ന് പറയുന്നത് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മസാലയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മധുരമുള്ള പനിയാരമായിട്ട് എടുക്കാൻ പറ്റും. ഇനി അതല്ല, ഇതേപോലെ കുറച്ച് വലിയ മസാലകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കുറച്ചൊരു മസാല ടേസ്റ്റ് വരുന്ന രീതിയിലൊക്കെയുള്ള ഒരു പനിയാരാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഈ ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ച് മടുക്കുന്നവരാണെങ്കിൽ, അതുമല്ല ഇനി കുറച്ച് ദോശയൊക്കെ എക്സ്ട്രാ മാവൊക്കെ എക്സ്ട്രാ വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് എന്നാൽ കുറച്ച് മാവൊക്കെ എക്സ്ട്രാ വന്ന് അതുകൊണ്ട് ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, എല്ലാവർക്കും തികയത്തില്ല എന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഒത്തിരി പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടി കുട്ടി പനിയാരങ്ങൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ, നന്നായിട്ടൊക്കെ വെന്തും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണിത്. ഇനി ട്രൈ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.